ഇവിടെ എത്ര പേര് പുതിയ ആൾക്കാരുണ്ട്? എന്നെ ആദ്യമായിട്ട് കാണുന്ന എത്ര പേരുണ്ട് ഇവിടെ? കുറെ പേരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ. എൻ്റെ പേര് സുരാഗ്, ചാലക്കുടിയിലാണ് വീട്. RCMിൽ ഇപ്പോൾ ഷാർപ്പ് അച്ചീവറാണ്. RCM പ്രസ്ഥാനത്തിലേക്ക് അമ്മയാണ് കടന്നു വന്നത്. അമ്മ RCM പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നു. അവിടെ നിന്നും ഞാൻ ആ സമയത്ത് CNC മിഷൻ പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ തവണ ഉപയോഗിക്കണം, ന്യൂട്രീഷൻ ഉപയോഗിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ച് മടിയാണ് അല്ലേ? പ്രത്യേകിച്ച് കുറച്ച് യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇത്തിരി മടിയാണ്. അപ്പോൾ എന്നോട് അമ്മ വന്നപ്പോൾ ഞാനൊന്നും ആദ്യമൊന്നും ഉപയോഗിച്ചില്ല. പക്ഷേ ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ ന്യൂട്രീഷൻ ഉപയോഗിച്ചുകൊണ്ട് 2.5 വർഷമായിട്ട് കുട്ടികളില്ലാതിരുന്ന എൻ്റെ ചേച്ചിക്ക് പ്രഗ്നൻസി വന്നപ്പോൾ ഞാൻ ആദ്യമായി തവണ കുടിച്ചു. അന്ന് മുതൽ RCMനെ പാർട്ട് ടൈമായിട്ട് ചെയ്യാൻ തുടങ്ങി. ഒരു 8 മാസത്തോളം ജോലിയോടൊപ്പം പാർട്ട് ടൈമായിട്ട് ചെയ്തു. അത് കഴിഞ്ഞ് 2019 നവംബർ 1-ാം തീയതി ജോലി റിസൈൻ ചെയ്തു. ഇന്ന് ഫുൾ ടൈം RCM മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഷാർപ്പുകളാണ്. വളരെ സന്തോഷമായിട്ട് RCMൽ ജീവിക്കുന്നു. ഫാമിലിയായിട്ട് അച്ഛനമ്മ വൈഫുണ്ട്, 2.5 വയസ്സുള്ള മകളുണ്ട്. കണ്ടാൽ തോന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു. എന്തായാലും ഗോപകുമാർ ക്ലാസ് എവിടെയൊക്കെ ഉണ്ടെങ്കിലും അവിടെ പോയി കേൾക്കുക എന്നുള്ളത് എനിക്ക് ശീലമാണ്. അത് തുടക്കം മുതലേ ഉള്ളൊരു ശീലമാണ്. കാരണം കിങ് മേക്കറാണ്. കിങ് മേക്കറിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഗുണം എന്താ ഗുണം? കിങ് മേക്കറിൻ്റെ അർത്ഥം എന്നിട്ടാ രാജാക്കന്മാരെ സൃഷ്ടിക്കുന്ന ആള് അല്ലേ? അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചാൽ നമുക്കും അതുപോലെ രാജാക്കന്മാരെ സൃഷ്ടിക്കാൻ പറ്റൂലേ? അത്രേ ഉള്ളൂ. അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ കേൾക്കാൻ പോണേ. അപ്പോൾ ഇന്നും ഇദ്ദേഹത്തിൻ്റെ ഗോപകുമാർ ക്ലാസ് എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ടീം മെമ്പേഴ്സായിട്ട് ഇങ്ങോട്ട് പോകുന്നു. വേറെ കുറേ പേര് തൃശ്ശൂർ ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ട്, അവിടെ കുറച്ച് ടീം മെമ്പേഴ്സ് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ സന്തോഷത്തോടെ പോകുന്നു. എല്ലാവരോടും എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, നമ്മളെല്ലാവരും ലീഡേഴ്സിനെ ഫോളോ ചെയ്യുക. എങ്ങനെ ഫോളോ ചെയ്യണം? ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യണം. കണ്ണടച്ച് നടക്കണം എന്ന് പറയും. എന്നുവെച്ചാൽ ലീഡർ കണ്ണ് തുറന്ന് നടന്നു പോകുന്നുണ്ട്. നമ്മൾ കണ്ണ് തുറന്ന് പോയാൽ കുഴപ്പമെന്ന് അറിയോ? ലീഡർ ചിലപ്പോൾ പോകണമെന്ന് വഴിക്ക് ചെറിയ മുള്ളെങ്ങനെ ഉണ്ടാവും. ലീഡർ ആ മുള്ളെടുക്കുന്നതിന് മുമ്പ് നമ്മൾ മുള്ള് കാണും. അപ്പോൾ നമ്മൾ പറയും ആ വഴിക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ലീഡറെ വരെ പിന്നിലേക്ക് വലിക്കും. അതുകൊണ്ട് ലീഡർമാരെ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യാം. കണ്ണടച്ച് ലീഡർമാരെ പിന്നാലെ പോവാം. അതാണ് ചെയ്യേണ്ടത്. അവരെന്താണോ പറയുന്നത് അത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ മതി. എൻ്റെ ഗ്രേറ്റ് എമറാൾഡ് ഷൈനി മാഡം, അൻഡ്രോൻ സാറ്, അതുപോലെ തന്നെ ഇപ്പോൾ റൂബിയായ ഗിരീഷ് സാറ്, ഇവരൊക്കെയാണ് എൻ്റെ ഗുരുക്കന്മാർ. ഡോക്ടർ ആദം സാർ, അർജുൻ സാർ, ഇവരൊക്കെയാണ് ഗുരുക്കന്മാർ. അവരെന്താണോ പറയുന്നത് അതിൻ്റെ പിന്നാലെ പോകുന്നു, അത്രേ ഉള്ളൂ. വേറെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. നമ്മുടേതായ വേറെ കാര്യങ്ങളൊന്നും അതിലിടുന്നില്ല. ഓക്കെ, അപ്പോൾ എമറാൾഡ് അൻഡ്രോൻ സാറ് എന്നെ പഠിപ്പിച്ച ഒരു 4 കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്നെ പഠിപ്പിച്ച ഒരു 4 കാര്യം. ഒറ്റ കാര്യം ഞാൻ പഠിപ്പിച്ചിട്ടുള്ളൂ. ചങ്കിന് തീ ഉണ്ടാവണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു സാറ്. ചങ്കിന് തീ ഉണ്ടാവണം. എന്തിനാ? RCMൽ വിജയിക്കും. നമ്മളെ പരിഹസിച്ചവരോടും ദുഃഖപ്പെടുത്തിയവരോടും ഒക്കെ മുന്നിൽ വിജയിച്ച് കാണിക്കാൻ വേണ്ടി ചങ്കിന് തീ ഉണ്ടാവണം. പിന്നെ കാലുമ ചക്രം ഉണ്ടാവണം. എന്തിനാ? ലക്ഷ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് ഓടിയെത്താൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ കാലുമ ചക്രം ഈസി ആയിട്ട് എത്താം. സോ കാലുമ ചക്രം ഉണ്ടാവണം. പിന്നെ നാവില് മധുരം ഉണ്ടാവണം. എന്തിനാ നാവില് മധുരം? നമ്മുടെ കൂടെ കുറേ ആളുകൾ വരുമ്പോഴേ ആളുകളുമായിട്ട് ഇടപഴകുന്ന ബിസിനസ്. അതുകൊണ്ട് തന്നെ അവരോട് ദേഷ്യപ്പെട്ടൊരു വാക്ക് സംസാരിക്കാതെ അവരോട് എപ്പോഴും മധുരമായി സംസാരിച്ച് അവരെ മുന്നോട്ട് കയറ്റി കൊണ്ടുപോകണം. അതിനുവേണ്ടി നാവിൽ മധുരം വയ്ക്കുക, തലയിൽ ഐസ് വയ്ക്കുക. ഒരുപാട് പ്രതിസന്ധികൾ വരും. ആ പ്രതിസന്ധികൾ വരുമ്പോൾ തല ചൂടാവരുത്. തല ചൂടായ ദേഷ്യം വരും, നമ്മുടെ വാക്കുകൾ കിട്ടില്ല. അതുകൊണ്ട് തല ചൂടാവാതിരിക്കാൻ തല ഐസ് വയ്ക്കുക. അപ്പൊ 4 കാര്യങ്ങൾ എന്തൊക്കെയാ? ഒന്ന് പറഞ്ഞേ. ചങ്കിന് തീ ഉണ്ടാവണം, കാലിന് ചക്രം ഉണ്ടാവണം, നാവിന് മധുരം ഉണ്ടാവണം, തലയിൽ ഐസ് ഉണ്ടാവണം. ഈ 4 കാര്യങ്ങളൊപ്പം ബ്ലൈൻഡ്ലി ഫോളോ യുവർ ആക്റ്റീവ്, എഫക്റ്റീവ്, ഗ്രോയിങ്, കെയറിംഗ് campaign. Thank you, Siyasan. God bless all of you. Thank you.